ഈമാൻ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് കിട്ടുന്ന സാധനമാണെന്ന് ചെറുപ്പക്കാരൻ ധരിച്ചു പോവണ്ട. യസീദു ബിത്വാഅതി വയൻഖുസു ബിൽ മഅസിയ. ഈമാൻ അൽ ഈമാനു യസീദു ബിത്വാഅതി. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, മോശം ചെയ്യുമ്പോ ഈമാൻ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈമാൻ വേണ്ടേ? ഈമാൻ തൂക്കുന്ന സാധനം ഏത് ത്രാസാ പൊന്നു മക്കളെ? പറയൂ നിങ്ങൾ. വിറക് മേടിക്കാൻ ചെന്നാലുള്ള ത്രാസ് എന്താ? വിറകിന്റെ ത്രാസ് സുബ്ഹാനല്ലാഹ്, അതിന്റെ നാരായം പലപ്പോഴും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കും. മുതലാളിക്കും പ്രശ്നമല്ല, മേടിക്കുന്നവനും പ്രശ്നമല്ല. കാരണം 2 രൂപ കൊടുത്താൽ വിറക് കിട്ടും. അതിനിപ്പോ അത്ര വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ത്രാസ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും കുഴപ്പമൊന്നുമില്ല. കപ്പ് മേടിക്കാൻ ചെല്ലുന്ന ത്രാസോ അത് ഇത്തിരിയും കൂടി ഉഷാറാവണം. കാരണം കപ്പക്ക് എത്ര വില, കിലോ വില? പണ്ട് 50 പൈസ കിട്ടുമായിരുന്നു, ഇപ്പൊ 10 രൂപ വേണ്ടാന്ന് തോന്നുന്നു. അതോ അതിൽ കൂടുതലാണോ? അള്ളാഹു വരെ എനിക്കറിയില്ല. അത് കൂടിയോ? കൂടി. അപ്പൊ ത്രാസ് ഇത്തിരി കൂടി നാരായൊക്കെ റെഡിയായിരിക്കണം. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ സ്വർണം മേടിക്കാൻ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു ത്രാസ് ഉണ്ടായിരുന്നു, നമ്മുടെ കട്ടിയൊക്കെ ഇട്ട് തൂക്കുന്നത്. പിന്നീട് മനസ്സിലായി ആ തൂക്കത്തിലും ചിലപ്പോൾ പ്രശ്നം. സ്വർണത്തിന് ഡെയിലി വില കയറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇലക്ട്രോണിക് ത്രാസ്, 4 വശവും ചില്ലൊക്കെ ഇട്ട് മറച്ച് ഹവ കയറാത്ത, വായു കയറാത്ത. കാരണം അത്ര മൂല്യല്ലേ ഒരു ഗ്രാമിന്, ഒരു പണമടക്ക് എത്ര പൈസ. അതുകൊണ്ട് ചില്ലൊക്കെ ഇട്ട് കൂട്ടിയ ത്രാസിലിട്ട സ്വർണം തൂക്കുന്നത് വില കൂടിയപ്പോ. എന്നാ കേട്ടോ നിങ്ങള്, ഈമാൻ എന്ന് പറയുന്ന സാധനത്തിന്റെ വില എന്താ? അത് തൂക്കുന്ന ത്രാസ് എന്തായിരിക്കും? അതല്ലാഹു തൂക്കുന്ന ത്രാസ് എത്ര സൂക്ഷ്മതയുള്ളതായിരിക്കും. രക്ഷപ്പെടണോ ആഖിറത്തിൽ? ആഖിറത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിനെയും അള്ളാഹുവിനെ വിമർശിക്കുന്നു, അള്ളാഹിന്റെ റസൂലിനെ വിമർശിക്കുന്നു, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ വിമർശിക്കുന്നു, ആരിഫീങ്ങളെ വിമർശിക്കുന്നു, ദീനിനെ വിമർശിക്കുന്നു. പോണോ ഇനിയും പിന്നാലെ? സൗഹൃദം കൂട്ടണോ? തോളിൽ കൈവച്ചുകൊണ്ട് സൗഹൃദം നടിക്കണോ? അവരുടെ കല്യാണങ്ങളിലും ആശയങ്ങളിലും പോകണമോ? ഞാനിത് പബ്ലിക്കിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവൂലേ? ചില ആളുകൾക്ക് ചിലപ്പോൾ വിഷമിച്ചേക്കാം. എന്തിനാണ് ഇത്രയും ഗൗരവത്തിൽ പറയുന്നതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ആഖിറത്തിന്റെ പ്രശ്നമാണിതെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് മറുപടി പറയണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായിരുന്നു കൊല്ലം ജില്ലയിലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അധികമൊന്നും ആയിട്ടില്ലല്ലോ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുനിസിപ്പൽ ചെയർമാൻ, പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹത്തെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പെട്ടെന്ന് തന്നെ അടിയന്തര യോഗം കൂടിയിട്ട് 2 ദിവസത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി. കൊല്ലത്തെ ചെയർമാൻ സ്ഥാനം പുറത്താക്കി. നിങ്ങളൊക്കെ മനസ്സിലാക്കിയവരല്ലേ? എന്താ കാരണം? അദ്ദേഹം ചെയ്ത സബൂൽ ഭൂമിക്കാത്ത് എന്താ? പഠിച്ചോ? ഈമാൻ നോക്കിയോ നിങ്ങള്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ഈമാൻ ഇയാൾക്ക് ഇപ്പോഴും വിവരം മാറിയിട്ടില്ലെന്നാ? ഞാൻ പാർട്ടിക്കാരനൊന്നുമല്ല പൊന്നുമക്കളെ, അങ്ങനെ ആരും ധരിക്കാൻ വേണ്ട. ആ ഈമാൻ നോക്കിയിട്ട് നമ്മുടെ ഈമാൻ പറ. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന സുന്നിയാന്ന് പറയുന്നുണ്ടല്ലോ, വിലയിരുത്താൻ വേണ്ടി പറഞ്ഞതാ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന BJPയുടെ പരിപാടിയിൽ പോയി ഭദ്രദീപം കൊളുത്തുന്ന വിഷയത്തിൽ സഹകരിച്ചു. ആര്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുനിസിപ്പൽ ചെയർമാൻ. BJPയുടെ പരിപാടിയിൽ പോയി ഒന്ന് സഹകരിച്ചു. ആഖിറത്തിന്റെ പ്രശ്ന, സ്വർഗത്തിന്റെ പ്രശ്ന, ഹൗദുൽ കൗസർ കിട്ടേണ്ട വിഷയ. ആ പാർട്ടി തീരുമാനമെടുത്തു, ഞങ്ങളുടെ ആശയാദർശങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ പോയാൽ അവനെ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല, അവനെ പാർട്ടിയിൽ നിർത്താൻ പാടില്ല. ഗെറ്റ് ഔട്ട്, കടന്നു പോ പുറത്ത്. കണ്ടോ വികാരം? എങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മെ നാമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുമ്പോ ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന രാജരക്ഷിതാവായ അള്ളാഹുവിന്റെ കയ്യും കാലുമുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്, വിരലുകളുണ്ട്, ചന്തികളുണ്ട്, ഇരിക്കാൻ കസേരയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വികൃതമാക്കുമ്പോ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച സ്വഹാബാ കിറാമിനെ നിർദാക്ഷിണ്യം അപലപിക്കുമ്പോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാരെയും മറ്റുവരെയൊക്കെ നിരന്തരം ആക്ഷേപിക്കുമ്പോ ആളുകളോട് സഹകരിക്കല്ലേ, അതിൽ പോവല്ലേ എന്ന് പറയുമ്പോ അത് തെറ്റ്, അത് ഭീമമായ തെറ്റ്, അത് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വർത്തമാനം എന്നൊക്കെ പറയുന്നവർ ചുറ്റുവട്ടത്തിലില്ലേ? അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇതൊക്കെ കഴിയും.
ഈ കളിയൊക്കെ അങ്ങ് അവസാനിക്കും. എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത് ഈ പ്രസംഗിക്കുന്ന എനിക്ക്? പറയൂ, കേൾക്കുന്ന നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി? 2 രൂപ കൊടുത്തൊരു സിസർ വാങ്ങിയാൽ കമ്പനി പറയുന്നു ചുക്കാതിലില്ലെങ്കിൽ തിരിച്ചു കൊടുത്താൽ മാറിത്തരും.